ഡ്രൈവിംഗ് പഠിച്ചത്? ഞാൻ റീസെന്റിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ സിസ്റ്ററൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കും. അപ്പം എനിക്ക് ആഗ്രഹമായിരുന്നു, അയ്യോ ഞാനെന്താ ഇത്രയും പെട്ടെന്ന് പഠിക്കാത്തതെന്നൊക്കെ വിചാരിച്ചു ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടൊക്കെ ഓടിക്കും. ഏത് വണ്ടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം കുഞ്ഞിലെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് സഡാൻ മോഡലും ഇഷ്ടമാണ്, SUV മോഡലും ഇഷ്ടമാണ്. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിലൊരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാഷാ അല്ലാഹ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നമസ്കാരം. മനസ്സിലായി കാണും, ഇത് നമ്മുടെ സജന നൂർ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരുപാട് വാഗ്വാദങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഈ പറയുന്ന സജന നൂർ. ആരും മറക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും സജന നൂറിന്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി ഇതുവരെ ഡ്രൈവിംഗ് പഠിച്ചില്ലായിരുന്നോ എന്നാണ്. അത് പറയുന്നുണ്ട്, എന്റെ സിസ്റ്ററിനൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഇപ്പൊ റീസെന്റ് ആണ് ഡ്രൈവിംഗ് പഠിച്ചത് എന്ന്. അതിനുശേഷം വണ്ടിയെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഏത് വണ്ടിയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്, ഇനി ഇതിലും കൂടിയ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ വണ്ടി ഞാൻ പ്രത്യേകം പറയണ്ടായല്ലോ, ഈ വണ്ടി എങ്ങനെയാണ് ഈ സജന നൂറിന്റെ കയ്യിൽ എത്തിയത് എന്നുള്ളത്. അപ്പൊ റസൂൽ പൂക്കുറ്റി ആയിരുന്നപ്പോ പെട്ടുപോയി. അങ്ങനെ പെട്ടപ്പോൾ റസൂൽ പൂക്കുറ്റിയെ വാങ്ങിച്ചു കൊടുത്ത വണ്ടിയാണെന്നൊക്കെയാണ് കരക്കമ്പി കേൾക്കുന്നത്. നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത്. പക്ഷെ എന്തായാലും ഈ വണ്ടി കൊടുത്ത ആൾ ഇതിനകത്തൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ. എന്താന്ന് വെച്ചാൽ, ഈ വണ്ടിക്ക് മുഴുവൻ തുകയും കൊടുത്തിട്ടില്ല, പെട്രോൾ അടിക്കാൻ കാശുണ്ടല്ലോ, എനിക്ക് തരാനുള്ള പൈസ തരണേന്ന് ആ പാവം പിടിച്ചവൻ ആ പോസ്റ്റിന് താഴെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സജന വന്നത്. സന്തോഷത്തോടുകൂടി കറങ്ങി നടന്ന് എല്ലാവരുമായിട്ടും മിണ്ടിയും പറഞ്ഞും ഒക്കെ ഡാൻസ് കളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും വിൽ പവർ സംഭവിച്ചേ പറ്റത്തുള്ളൂ. ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടും ഒരു കൂസലും ഇല്ലാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ വേണം, പെണ്ണുങ്ങൾ അങ്ങനെ വേണം, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. പെണ്ണുങ്ങൾ അങ്ങനെ ആയിരിക്കണം. നമ്മളെ ഇപ്പം നെഗറ്റീവ് ഓർ പോസിറ്റീവ്, നമ്മൾ ആര് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ആ പവർ കാണിക്കണം. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ നോക്കാതിരിക്കുന്നത്? ആരും നല്ലവരൊന്നും അല്ലല്ലോ. പക്ഷേ ഒരാളെ ചതിക്കുന്നതിന് ആ ഒരു പരിധിയുണ്ട്. ഈ ചതി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ചതിച്ചത് എങ്ങനെ ഏത് രീതിയിലാണെന്നുള്ളത് വെളി വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഇഷ്ടപ്പെടുന്നവരോട് എന്താ പറയാനുള്ളത്? അയ്യോ, ഞാനത് പറഞ്ഞ അവരുടെ ആ ഒരു പ്രോത്സാഹനം, ആ ഒരു നമ്മൾക്കുള്ളൊരു സ്നേഹവുമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നത്. ചിലർ പറയും ഇത്രയും വീണിട്ട് ഞാനിങ്ങനെ നിൽക്കാൻ കാരണം അവരുടെ സ്നേഹം തന്നെയാണ്. ഇതിനകത്ത് ഒരു കൂട്ടം ആൾക്കാരെ നെഗറ്റീവ് ആണെങ്കിൽ ഒരു കൂട്ടം അതിന്റെ ഇരട്ടി നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ നിന്നത്. ഒരു കൂട്ടം ആൾക്കാർ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ഡബിള് ആൾക്കാർ സ്നേഹത്തോടാണ് എന്നെ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം. പക്ഷെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത്? ആരും പോയി പറയിക്കുന്ന ഒന്നും അല്ലല്ലോ. നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് എടുത്തിട്ടു, നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടങ്ങ് തള്ളി. സോഷ്യൽ മീഡിയയിൽ തള്ളിയപ്പോഴത്തേക്ക് ഈ മുൻ ഭർത്താവായ നമ്മളുടെ ഫിറോസ് ഖാൻ വന്നിട്ട് വേറൊരു വീഡിയോ ഇട്ട് അതിലും വലിയൊരു തള്ളി. ഇവർ രണ്ടുപേരും തള്ളുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ദിയാസന വിട്ടു. എന്തായാലും ദിയാസനായും ആ കൂട്ടത്തിൽ തള്ളു തുടങ്ങി. അങ്ങനെ 3 പേരും കൂടെ തള്ളായിരുന്നു. അവസാനം ദിയാസനയും ഈ പറയുന്ന ഈ ഒരുപാട് പേര് സ്നേഹിക്കാനുള്ള നമ്മുടെ സജന നൂറും തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടായി. അവസാനം ദിയാസനയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ദിയാസന എന്റെ മുന്നിൽ വെച്ച് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെല്ലുവിളി നടത്തി. നിനക്ക് പരിശോധിച്ച് റിപ്പോർട്ട് ഇടാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി. എന്തായാലും ദിയാസന പോയി അങ്ങനെ റിപ്പോർട്ട് കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ഇത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതുവരെ സജന അങ്ങനെ ഒരു റിപ്പോർട്ട് കാണിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പം കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ അതെന്തോന്ന് അറിയത്തില്ല, താനെ അങ്ങ് നിന്നു. എന്തോ ഒരു കോംപ്രമൈസ് ചർച്ച അവിടെ നടന്നിട്ടുണ്ടായിരിക്കാം. നല്ല കാര്യം. പക്ഷെ ഇതൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നത്? ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ സംസാരിച്ചതോ മറ്റവർ സംസാരിച്ചതോ ഒന്നും വെളി വരത്തില്ല. ഈ റിയാക്ഷൻ വീഡിയോസുകാർ എടുത്തിട്ട് അലക്കുന്നത് മാത്രമേ വെളി വരൂ. എന്നുവെച്ചാൽ ഇവർ തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത്. അവസാനം 6 നിലയിരിക്കും റിയാക്ഷൻ വീഡിയോസുകാർ ഇതിനെടുത്തിട്ട് അങ്ങ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരാണ് വലിയ പാതകം ചെയ്ത ആൾക്കാർ. ഇവര് വീഡിയോ ഇട്ടും ലൈവ് ഇട്ടും ഒക്കെ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ മൊത്തവും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് ചർച്ചയൊക്കെ ആയി കഴിയുമ്പം
ആ ലൈവ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഇപ്പൊ അതുകൊണ്ട് എന്താ, ഇപ്പൊ സെലിബ്രിറ്റീസ് ഇടുന്നതെല്ലാം ലൈവ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം അപ്പൊ തന്നെ സേവ് ചെയ്തെടുക്കുന്നുണ്ട് പലരും. ഇതിനകത്ത് പറയുന്നുണ്ട് എന്നെ കൂടുതൽ പേര് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾക്കാർ കാണും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ഒരു തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാർ കാണും. സീരിയൽ കാണുന്ന ആൾക്കാരാണ് കൂടുതലും ഈ സജനയെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവർ സീരിയലിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ക്യാരക്ടറും നല്ല അഭിനയമൊക്കെ ആകുമ്പോൾ അവർ അതിനെ ഇങ്ങ് എടുക്കും. ആ ക്യാരക്ടറാണ് ഇവരെന്ന് വിചാരിച്ച് അവരെ മനസ്സിലോട്ട് ഇങ്ങ് എടുക്കും. പിന്നെ അത് ഭയങ്കര ആരാധനയായിട്ട് മാറും. ഈ കൂടുതൽ വീട്ടമ്മമാരൊക്കെ ആണല്ലോ, അപ്പൊ അവരെന്ത് ചെയ്യും, എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോ സജന പൂക്കുറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇനി വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞാലും അതെല്ലാം ഓക്കെ ആണെന്ന് പറയും. അതിനെന്താ തെറ്റെന്ന് ചോദിക്കും, ഞങ്ങളെല്ലാം സജനയുടെ ഒപ്പം ഉണ്ടെന്ന് പറയും. ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ആ എന്തൊക്കെയാ പറഞ്ഞത്, കൊച്ചു കുട്ടികളെ വെച്ച് തന്നെ പറഞ്ഞില്ലേ, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഹരാസ് ചെയ്യാൻ നോക്കി. അപ്പോഴും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ കൂടുതലും സജിനെയാണ് കുറ്റപ്പെടുത്തിയത്. കാരണം എന്താ, സജിന പറയുന്നതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്. ഇതെല്ലാം പഴയ കാര്യങ്ങളാണല്ലോ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും തന്റെ ഇടത്തോടു കൂടി വന്ന് ഇറങ്ങി നിൽക്കുന്നതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ തന്നെ അല്ലേ, ഇഷ്ടപ്പെട്ട മനസ്സുകളാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. നിങ്ങൾ തന്നെ, നിങ്ങളെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ, അതിന്റെ സൗന്ദര്യമാണ്. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുന്നു. നിങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ, അതാണ് എന്റെ സൗന്ദര്യം എന്ന് പറയുന്നു. ഞാൻ നോക്കിയപ്പോൾ 1 ലിറ്റർ പുട്ടിയുണ്ട് ആ മുഖത്ത്, അന്യായ ലിപ്സ്റ്റിക്കും. പിന്നെ ഇവിടെ ചുമക്കുന്ന, നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് ഈ മേക്കപ്പിന്റെ അധിക സാധനങ്ങളെ കുറിച്ച് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടൊക്കെ ചുമക്കാൻ വേണ്ടി എന്തൊക്കെയോ എടുത്ത് തേച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓവറാണ്, നമുക്ക് കാണുമ്പോഴേ അറിയാം. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അത് അത്രയും എഫക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് നിങ്ങളൊക്കെ സ്നേഹിക്കുന്നതാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന ആർക്കും സൗന്ദര്യം വെക്കും. എന്നുവെച്ചാൽ അന്യായ പുട്ടി. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കുട്ടിയുടെ അയ്യർ കളി. പണ്ട് ഞാനിപ്പോഴേ ഓർക്കുന്നത്, നവ്യ നായർ ഇങ്ങനെ ഒന്ന് വന്നിരുന്നു ഒരു പ്രാവശ്യം. നവ്യ നായർ ഫുൾ ടൈം എയറിലായിരുന്നു. പുതിയ വിശേഷങ്ങളൊക്കെ ഒരു മൂവി വരുന്നുണ്ട്. അതിന്റെ ഷൂട്ടിന്റെ കാര്യമായിട്ട് ഡയറ്റിങ് കാര്യങ്ങളും വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പറയാം, കഥാപാത്രം പറയാൻ പറ്റുമോ? ഒരു റിയൽ സ്റ്റോറിയാണ്. ബാക്കി റിയൽ സ്റ്റോറിയാണ്. ഒരു ക്രൈം ത്രില്ലറാണ്. തമിഴ് മൂവിയാ, വലിയൊരു നടന്റെ കൂടെ. അതിപ്പം ഇപ്പൊ ഒരു തമിഴ് മൂവി വരുന്നുണ്ട്. വലിയൊരു തമിഴ് നടന്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത്. അപ്പം പുതിയൊരു കാർ എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. റസൂൽ പൂക്കുട്ടി കാരണം ഒരു കാർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും സിനിമയിലൊക്കെ, തമിഴ് സിനിമയിലൊക്കെ അവസരം കിട്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും നടക്കട്ടെ. നമ്മൾ ആദ്യമേ കണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു കാറ്, ആ കാറിന്റെ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് കൊടുത്ത ആള് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അൻവർ PMA കാർസ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട്. അവരിട്ടേക്കുന്നതാണ്, വണ്ടി RC ബുക്ക് പ്രകാരം ഇപ്പോഴും എന്റെ പേരിലാണല്ലോ ഭായി, പെട്രോൾ അടിക്കാൻ പണമുണ്ടെങ്കിൽ ആ ബാക്കി തുക കൂടി ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടല്ലോ, അപ്പൊ ആ തരാനുള്ള കാശും കൂടി ഇങ്ങോട്ടൊന്ന് തരണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ RC ബുക്ക് ഈ പറയുന്ന ആളിന്റെ പേരിലാണെന്നും പറയുന്നുണ്ട്. ആ ആളിന്റെ അക്കൗണ്ട് ഇതാണ്. അവർ ഈ കാർ ബിസിനസ് ആണ്, കാർ എടുക്കുക വിൽക്കുക, അങ്ങനെ അറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കച്ചവടമുള്ള ആളാണ്. പക്ഷെ എന്തായാലും അങ്ങേരെ നല്ല വൃത്തിയായിട്ട് മൂഞ്ചിച്ചു എന്നാണ് പുള്ളി പറയുന്നത് ചുരുക്കത്തിൽ. എന്ന് വെച്ചാൽ പൈസ മൊത്തവും കൊടുത്തിട്ടില്ല, അതുപോലെ RC ബുക്കിൽ പേര് മാറ്റിയിട്ടില്ല. പൈസ മൊത്തം കൊടുക്കാതെ RC ബുക്കിൽ പേര് മാറ്റത്തില്ല. ഈ വണ്ടി ഇനി ഓടിച്ചോടിച്ച് ഒരു പരുവത്തിലാക്കിയിട്ട് കൊണ്ട് ഇനി പുള്ളിയോട് കൊടുക്കുമോ എന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ഈ വണ്ടി ഇനി ഇങ്ങനെ പേരിലായതുകൊണ്ട് ഇപ്പോഴേലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് കാര്യമായി എന്റെ പേരിലാണെന്നുള്ളത്. ഇല്ലെങ്കിൽ ഇവരെവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുമെന്നല്ല പറയുന്നത്, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാവം RC ഓണറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ RC ഓണർ എന്ന് പറയുന്ന ആള് വിശ്വസിച്ചു, ഈ പറയുന്ന ആരാണോ വണ്ടി വാങ്ങിച്ചു കൊടുത്തത് ആ ആളിനെയും ഈ പറഞ്ഞ സജിനെയും വിശ്വസിച്ചു. എന്തായാലും പൈസ കിട്ടുമല്ലോ എന്നുള്ളത്. പക്ഷെ എന്തോന്നറിയത്തില്ല, പുള്ളിക്ക് മൊത്തം പൈസയും കിട്ടിയില്ല എന്ന് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ വിശ്വാസവഞ്ചന നടന്നു കഴിഞ്ഞു. അവരൊക്കെ ഒരു ബിസിനസ് നടത്തുന്നവരാണ്. അവർ ചിലപ്പോൾ ഈ ഒരു വണ്ടി വിറ്റിട്ടായിരിക്കും അവർക്ക് ഈ വലിയ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ വണ്ടി കച്ചവടത്തിൽ ഒരുപാട് വലിയ പൈസ ഒന്നും കിട്ടത്തില്ല. അതുപോലെ നല്ല വണ്ടികൾ വരുമ്പോൾ അത് കണ്ടെടുത്ത് അതുപോലെ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്. അതിനകത്ത് ചിലപ്പം നല്ല ലാഭം കിട്ടും, ചിലപ്പം കുറഞ്ഞ ലാഭം കിട്ടും. അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിച്ചു പോകുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടായിരിക്കും അവരൊരു നിലയിലൊക്കെ എത്തുന്നത്. കാണുന്നവർക്ക് കാണുമ്പോഴത്തേക്ക് വലിയ വീട്, വലിയ കൊട്ടാരം, വലിയ കാറുകൾ, ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവർക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. ആ കഷ്ടപ്പാടിൽ നിന്നാണ് ഈ പറഞ്ഞ പുള്ളി ആ വണ്ടി വിറ്റത്, ഈ പറയുന്ന സജനിക്ക് കൊടുത്തത്. ഇതാര് പറഞ്ഞിട്ടാണേലും, ആരാണോ കുറച്ച് പൈസ കൊടുത്തത് അവരെ വിശ്വസിച്ചാണല്ലോ ഇത് ചെയ്തത്. എന്തായാലും വിശ്വസിച്ചവർക്ക് 8ന്റെ പണി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ വീഡിയോയിൽ അതിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പം കൂടെ നിൽക്കുന്ന ആളെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പുള്ളി ഇങ്ങനെയുള്ള വള്ളികളൊക്കെ പിടിക്കുന്ന ആളാണ്. പുള്ളിയോട് എനിക്ക് പറയാനുള്ളത്, സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വെളിയിൽ വന്ന അലിഗേഷൻസ്, അതിന്റെ പുറകിൽ എന്തൊക്കെ കഥകൾ നടന്നു എന്ന് കുറെ ദിയാസനെ വിളിച്ചു പറഞ്ഞു,
കുറെ വേറെ കുറെ പേര് വിളിച്ചു പറഞ്ഞു, കുറെ പേരെ കുറിച്ച് ഈ പറയുന്ന സജന നൂർ തന്നെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പൊടിക്ക് ഡിസ്റ്റൻസ് ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പോസ്റ്റിന് താഴെ വന്ന കുറച്ച് കമന്റുകളുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് വായിക്കാം. അപ്പൊ വണ്ടിയുടെ RC ബുക്കിന്റെ കാര്യമൊക്കെ ആ പുള്ളി പറഞ്ഞു. അതിന് താഴെ അത് വായിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സത്യം പറഞ്ഞാൽ അതിന്റെ കമന്റൊക്കെ കയറി വായിച്ചു കഴിഞ്ഞാൽ ചിരി വരും. പഴയ വണ്ടിയല്ലേ, മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടായിരിക്കും എന്ന് പറയുന്നുണ്ട്. നല്ല മൈലേജ് ആണ്, അടിമൂക്കുറ്റി. ആദ്യം ആ ചങ്ങാരിയുടെ പൈസ കൊടുക്ക് ആ വണ്ടിയുടെ എന്ന് പറയുന്നുണ്ട് ഒരാള്. ആദ്യം ആ വണ്ടിയുടെ പൈസ കൊടുക്കാനാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ പുള്ളി തന്നെ ആദ്യമേ കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ, എന്റെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ആ വണ്ടിയുടെ ആ പൈസ കൊടുക്കാതെ, അല്ലെങ്കിൽ അത്രയും ഇങ്ങനെ കൊണ്ട് ഇത്രയും പറയിച്ചിട്ട് എത്ര മാന്യമായിട്ടാണല്ലേ ആ വണ്ടിയിൽ കയറി നടക്കുന്നത്. അതിനും വേണം ഒരു തൊലിക്കട്ടി. മലപ്പുറത്തുള്ള ഒരു ഡീലറുടെ കയ്യിൽ നിന്നും ഈ വാഹനം എടുത്തിട്ട് 8-9 മാസത്തോളമായി. ഇതുവരെ അയാൾക്ക് ബാലൻസ് ക്യാഷ് കൊടുത്തിട്ടില്ല. മലപ്പുറത്തുകാരന്റെ അടുത്ത് നിന്നും എടുത്ത വണ്ടിയല്ലേ, അയാൾക്ക് ഇതുവരെ ക്യാഷ് കൊടുത്തിട്ടില്ല. അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ ഫുൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പേരിൽ വണ്ടി മാറിയിട്ടില്ല? ഇപ്പോഴും ആളുടെ പേരിലാണല്ലോ എന്ന് ചോദിക്കുന്നു. പേരിലാണല്ലോ വണ്ടി ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിട്ടും വണ്ടി കൊടുത്തിട്ട് ആ പുള്ളിയുടെ പേരിൽ കൊണ്ട് കള്ളക്കേസും കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആയിരക്കണക്കിന് പേരുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് ഈ നെഗറ്റീവ് ഒക്കെ നോക്കുന്നത്? പൈസ കൊടുത്തില്ലെങ്കിലും അവർ വന്ന് എന്നെ ന്യായീകരിക്കും. എന്തിനാ നിങ്ങൾ കാർ കൊടുത്തത്, പൈസ മൊത്തം തരാതെ? സജിനയുടെ കയ്യിൽ ഇരിക്കട്ടെ കാറെന്ന് വേണമെങ്കിൽ അവർ പറയും. അല്ല, അങ്ങനെയും പറയുന്നവരുണ്ടേ. അപ്പം ആ കമന്റ്, അതിന്റെ താഴെ പോയിരുന്ന കമന്റ് വായിച്ചോണ്ടല്ലോ ചിരിച്ചു ഒരു പരുവത്തിലാവും കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ആ കമന്റുകളൊന്നും ഇവിടെ വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സത്യമായിട്ടുമാണ്, കമന്റ് വായിച്ചു കഴിഞ്ഞാൽ മൊത്തം തെറിയെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ മീനിങ് ആണ് ആ കമന്റുകൾ മൊത്തവും. സത്യം, എനിക്കിവിടെ വായിക്കാൻ പറ്റുന്നില്ല. വായിച്ചാൽ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അതുപോലത്തെ കമന്റുകളാണ് വരുന്നത്. പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ. ഈ പറയുന്ന സജിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് മൊത്തവും സജിനയ്ക്ക് എതിരായിട്ട്, അതും ഡബിൾ മീനിങ് ആയിട്ട് ശരിക്കും പറയുന്നുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വായിക്കാൻ പറ്റത്തില്ല. എനിക്ക് വായിക്കാൻ പറ്റിയ 1-2 ഞാനിവിടെ വായിച്ചത്. വെറുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ കമന്റിലൊന്നും അതൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. പാവം പിടിച്ചവന്റെ പൈസ പോയോ ഇല്ലോ എന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളിയുടെ പേര് കേസും ആയിട്ടുണ്ട്. സജിന എന്തായാലും ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്കിവിടെ ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ജഗതിയൊക്കെ വീണ് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയും. നല്ല പരിക്ക് പറ്റിയിരിക്കും, പക്ഷെ വെളിയിക്കാൻ പറയും എനിക്കൊന്നും പറ്റിയിട്ടില്ല, നോ പ്രോബ്ലം എന്ന് പറയുമല്ലോ. അതുപോലെയാണ്, ഒന്നും പറ്റിയിട്ടില്ല, പുട്ടിയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല പുട്ടിയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത് അത് സൗന്ദര്യമാണെന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആ മുഖത്ത് മൊത്തവും പുട്ടിയാ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പറയാന്. ഇതിൽ കൂടുതൽ എന്ത് പറയാൻ. എന്തായാലും സജിന രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് കണ്ടന്റുകൾ കിട്ടുമായിരിക്കും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.